തീറ്റ ചെലവ് വളരെ കൂടുതലാണ്. നല്ല ഇനങ്ങളെ കിട്ടാനില്ല. ഉള്ള ഇനങ്ങളാണെങ്കിൽ പാല് ആവശ്യത്തിന് ലഭിക്കുന്നില്ല. 20 ലിറ്ററിന് മുകളിലേക്ക് പാല് കിട്ടുന്ന ഇനങ്ങളൊന്നും നമ്മളുടെ നാട്ടിൽ കിട്ടാനില്ല എന്ന് തുടങ്ങിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പരാതികൾ, പ്രയാസങ്ങളാണ് ഓരോ ദിവസം കഴിയുന്തോറും ക്ഷീര കർഷകർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പരാതികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശാസ്ത്രീയമായിട്ടുള്ള പശുപരിപാലനത്തെ കുറിച്ച് പല കർഷകർക്കും വേണ്ടത്ര അറിവില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അന്വേഷണത്തിൽ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ലാഭകരമായ കൃഷിയിലേക്ക് കർഷകരെ നയിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഫാമിംഗ് മലയാളം എന്ന് പറയുന്ന ഈ ചാനൽ പ്രവർത്തിക്കുന്നതെന്ന് ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ള ഡയറി ഡെവലപ്മെന്റ് തൃശൂർ ജില്ലാ ക്വാളിറ്റി കൺട്രോൾ ഓഫീസറും അസിസ്റ്റന്റ് ഡയറക്ടറുമായിട്ടുള്ള ശ്രീമതി PM രാധിക അവറുകളാണ്. ശാസ്ത്രീയമായ പശുപരിപാലനം എങ്ങനെയാണ് നടത്തേണ്ടത്, ശാസ്ത്രീയമായ പശുപരിപാലനത്തിലൂടെ കർഷകർക്ക് പരമാവധി ലാഭം കിട്ടാൻ സർക്കാർ സഹായങ്ങൾ ഏതൊക്കെ വിധമാണുള്ളത്, അതെങ്ങനെ ലഭിക്കും എന്നുൾപ്പെടെയുള്ള അറിവുകൾ നേടാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് മാഡത്തോടൊപ്പം ഉള്ളത്. മാഡത്തെ എന്തായാലും ഫാമിംഗ് മലയാളത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മാഡം, ഫാമിംഗ് മലയാളത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. ഈ പശു വളർത്തൽ നഷ്ടമാണെന്നാണ് 100-ൽ 98 കർഷകരും പറയുന്നത്. പൊതുവെ ഈ പരമ്പരാഗതമായി ഈ രംഗത്തുള്ളവർ ലാഭമാണ് എന്ന് ചോദിച്ചാൽ ലാഭമാണ്, നഷ്ടമാണ് വെച്ചാൽ നഷ്ടമാണ്. എന്നാൽ ഞങ്ങളിത് അച്ഛനപ്പൂപ്പന്മാരുടെ കാലം കൊണ്ട് ഇങ്ങനെ തുടർന്നു വരുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് പരമ്പരാഗത കർഷകർ പറയുന്നത്. എന്നാൽ ശാസ്ത്രീയ കർഷകർ സ്വാഭാവികമായിട്ട് ഇപ്പോൾ വരുന്നത് ഒരു 10 അതിലധികം പശുക്കളെ വാങ്ങുന്നു, ഒരു ഫാമാക്കി തുടങ്ങുന്നു. ആ ഫാമിലേക്ക് പെട്ടെന്ന് തന്നെ വന്നിറങ്ങി അത് കുറച്ചു കാലം കഴിയുമ്പോഴേക്കും ആ ഫാം അപ്രത്യക്ഷമായി പോകുന്ന ഒരു സാഹചര്യം ഇപ്പൊ ഈ കോവിഡിന് ശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പശുപരിപാലനം നഷ്ടമാണെന്ന് പറയാൻ, അങ്ങനെ ആവർത്തിക്കപ്പെടാനുള്ള പൊതു സാഹചര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? പശുപരിപാലനത്തിന്റെ ലാഭനഷ്ട കണക്കുകൾ വരുന്നത് തന്നെ ഇപ്പൊ പരമ്പരാഗത രീതിയിലാണെങ്കിൽ അവിടെ ഒരു പ്രധാന വരുമാന സ്രോതസ്സായിട്ടല്ല അവരത് അനുവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന ഒരു നമ്മുടെ ഇൻകം അവർക്കത് മതിയാവുന്ന രീതിയിലായതുകൊണ്ടാണ് അവര് ലാഭമില്ല, നഷ്ടമില്ല, പരമ്പരാഗത രീതിയിൽ അത് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത്. പിന്നെ ഈ ശാസ്ത്രീയമായിട്ട് അല്ലെങ്കിൽ മോഡേൺ ഡയറി ഫാമിങ്ങിലാണെങ്കിൽ അതിൽ ബേസിക് ആയിട്ട് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏത് ഡയറി ഫാമിംഗ് തുടങ്ങിയാലും ആദ്യത്തെ ഒരു 3 കൊല്ലമെങ്കിലും നമ്മുടെ ഗ്രാഫ് മൈനസ് ആയിരിക്കും. 5 കൊല്ലം വരെ എന്ന് പറയുമെങ്കിലും 3 കൊല്ലം വരെ ഡെഫിനറ്റ്ലി നമ്മൾ ലോസിലായിരിക്കും പോവുക. കാരണം ഏത് ഫാമും തുടങ്ങുമ്പോഴും അതിൽ ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് ആദ്യം വരിക. അത് നമുക്ക് ഉടനെ റീകൂപ്പ് ചെയ്യാൻ പറ്റില്ല. അതിനൊരു മിനിമം 3 കൊല്ലം കാലയളവ് വേണം. അപ്പൊ പലപ്പോഴും ഈ ഡയറി ഫാമിംഗ് വിട്ടുപോകുന്നത് ഈ ഒരു 3 കൊല്ലം വരെ ഈ നെഗറ്റീവ് ഗ്രാഫ് മറികടക്കാൻ കഴിയാത്തവരാണ് വിട്ടുപോകുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്, സ്റ്റാർട്ടിങ്ങിലുള്ള ഡയറി ഫാമേഴ്സ് ആണെങ്കിൽ അവർ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ചെയ്യുന്നതാണ് നല്ലത്. അതായത് ഇതിൽ നിന്നും തന്നെ വരുമാനം കിട്ടി ജീവിതമാർഗം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. കാരണം 3 കൊല്ലം ഗ്രാഫ് താഴേക്കായിരിക്കും. 4ാമത്തെ കൊല്ലം മുതലാണ് നോ ലോസ് നോ ഗെയിനിലേക്ക് പോവുക. അത് കഴിഞ്ഞിട്ടാണ് റിട്ടേൺസ് വന്നു തുടങ്ങുക. അപ്പൊ ഈ ഒരു ബഫറിംഗ് പീരീഡ് മറികടക്കാൻ കഴിഞ്ഞവർക്ക് മാത്രമേ ഡയറി ഫാമിംഗിൽ നിലനിന്ന് പോകാൻ പറ്റുള്ളൂ. പിന്നെ കോവിഡ് ടൈമിൽ കൂടുതൽ പേരും NRIs ഒക്കെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ തുടങ്ങാൻ പറ്റുന്നത് 2 പശുക്കളെ വളർത്തി ആരംഭിക്കുക എന്നുള്ളതാണ്. പിന്നെ കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഈ ന്യൂജൻ ഫാംസിലൊക്കെ കാണുന്നത് തുടക്കത്തിൽ തന്നെ അവർ 10 പശുവിനെ വാങ്ങും, ഒരു ഹൈ ഇൻവെസ്റ്റ്മെന്റിലുള്ള ഒരു ഷെഡും പണിയും. ഇതെല്ലാം കൂടെ റീകൂപ്പ് ചെയ്യാൻ ഇഷ്ടംപോലെ സമയം നമുക്ക് വേണം. അത് മറികടക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പലപ്പോഴും പൂട്ടിപ്പോകുന്നത്. ഫിക്സഡ് കോസ്റ്റുകൾ നമ്മൾ എത്രത്തോളം കുറച്ച് ചെയ്യുന്നോ, ഫിക്സഡ് എക്സ്പെൻസസ് എത്രയും കുറച്ച് ചെയ്യുന്നോ, അത്രയും പെട്ടെന്ന് നമുക്ക് ആ ഒരു നെഗറ്റീവ് ഗ്രാഫിൽ നിന്ന് കരകയറാൻ പറ്റുന്നതാണ്. ഈ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് തൊഴുത്ത് നിർമ്മാണം. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഇടയിൽ ഒരു ഫാമിൽ പോയിരുന്നു. അവിടെ ഏതാണ്ട് തൊഴുത്ത് നിർമ്മാണത്തിന് മാത്രം അവർ ചെലവാക്കിയ പൈസ 20 ലക്ഷം രൂപയാണ്. ഏതാണ്ട് ആ ഫാം തുടങ്ങി 1 വർഷമായിട്ടുള്ളൂ. അപ്പോൾ അത്രയും പൈസ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അവരിപ്പോൾ പറയുന്നത് ഇതിനൊന്നും ആവശ്യമില്ലായിരുന്നു, കാരണം ഈ തൊഴുത്തിന് ഇത്രയും പൈസ മുടക്കേണ്ട കാര്യമില്ല എന്ന് പിന്നീട് പഠിച്ച് പറയുന്നവര്. സ്വാഭാവികമായിട്ടും അതൊരു അനാവശ്യമായിട്ടുള്ള ഒന്നായിട്ട് മാറുന്നുണ്ടോ സംശയമുണ്ട് ഈ തീർച്ചയായും. ഡയറി ഫാമിംഗ് തുടങ്ങുമ്പോൾ തന്നെ എല്ലാവർക്കും ആദ്യം നോട്ടം ഷെഡിൽ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്ത് മാക്സിമം ഒരു ഷോ അതിനകത്ത് ഉണ്ടാവണം, കാണുന്നവർക്ക് അപ്പീലിംഗ് ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം പശുവിന്റെ കേസ്, നല്ല വലിപ്പമുള്ള പശു വേണം എന്നതൊക്കെയാണ്. അതായത് നമ്മൾ തൊഴുത്തിൽ നിർത്തുമ്പോൾ നല്ല എടുപ്പുണ്ടാവണം. ഇങ്ങനെയൊക്കെ ചില പ്രിഫറൻസ് ആണ്
കൂടുതൽ കർഷകർക്കും ഉണ്ടാവുക. അതും NRIs ആണെങ്കിൽ തീർച്ചയായും അവരുടെ പ്രിഫറൻസ് നല്ല, കാരണം അവര് വിദേശ രാജ്യത്തിൽ കാണുന്നത് അങ്ങനത്തെ തൊഴുത്തും അങ്ങനത്തെ പശുക്കളുമാണ്. അപ്പൊ ആ തൊഴുത്തിന്റെ കോസ്റ്റ് റീകൂപ്പ് ചെയ്യാൻ ഇഷ്ടംപോലെ സമയം വേണം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ആ 20 ലക്ഷത്തിന്റെ കേസൊക്കെ ആണെങ്കിൽ 7-8 കൊല്ലം എടുത്താലും നമുക്കത് റീകൂപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. പിന്നെ പശുവിന്റെ കാര്യത്തിൽ നമ്മൾ വലിപ്പമുള്ള പശു വാങ്ങുന്നത് കൊണ്ട് തെറ്റില്ല, പക്ഷെ അതിന്റെ പശു പരിപാലന ചെലവ് അത്രയും കൂടുതൽ തന്നെയായിരിക്കും. പരമ്പരാഗത കർഷകര് കുഴപ്പമില്ലാതെ പോകുന്നു എന്ന് പറയാൻ കാരണം അതാണ്. നാടൻ പശുക്കളായിരിക്കും അവർ വളർത്തുക, അതിന്റെ പരിപാലന ചെലവും കുറവായിരിക്കും, അതുപോലെ തന്നെ റിട്ടേൺസും കുറവായിരിക്കും. അത് വേറെ കാര്യം. പക്ഷെ വലിയ പശുവിനെ വളർത്തിയാലും നാടൻ പശുക്കളെക്കാളും മെച്ചമായ റിട്ടേൺസ് കിട്ടും എന്നല്ലാതെ കൊടുക്കുന്ന ആ ഇൻവെസ്റ്റ്മെന്റിനുള്ള റിട്ടേൺസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അവർക്കത് താങ്ങാത്തത്. ഓക്കെ മാഡം, ഇപ്പോ ഈ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് പറ്റിയ പശു ഇനങ്ങൾ ഏതൊക്കെയാ, അതൊന്ന് പറയാൻ പറ്റുമോ? കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് നാടൻ ആയിട്ടുള്ള എല്ലാ പശുക്കളും നമുക്ക് കേരളത്തിലെ കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. വിദേശ ജനസുകളിൽ പറയുകയാണെങ്കിൽ പ്യുവർ ബ്രീഡ് എന്തായാലും നമുക്ക് എക്സോട്ടിക് ബ്രീഡ് പ്യുവർ ആണെങ്കിൽ കേരളത്തിലെ കാലാവസ്ഥയിൽ തരണം ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ക്രോസ് ബ്രെഡ് ആണ് നല്ലത്. ക്രോസ് ബ്രെഡിൽ തന്നെ ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥ വളരെ ചൂട് കൂടിയ അവസ്ഥയും വർഷം തോറും ചൂട് കൂടി പോകുന്ന അവസ്ഥയും ആയതുകൊണ്ട് HF ക്രോസ് ബ്രെഡിന് ഈ ഒരു കാലാവസ്ഥ ലേശം ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അവരുടെ ഉൽപാദനം കൂടുതലുള്ള പശുക്കളാണ് ക്രോസ് ബ്രെഡ് HF. ഉൽപാദനം HF-നോട് ഇല്ലെങ്കിൽ പോലും കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായത് ക്രോസ് ബ്രെഡ് ജേഴ്സിയാണ്. അപ്പൊ ക്രോസ് ബ്രെഡ് ജേഴ്സിയും ക്രോസ് ബ്രെഡ് HF-ഉം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫാമിംഗ് ചെയ്യുവാണെങ്കിൽ ഉൽപാദനത്തിന് HF-ൻ്റെതായ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. ഈ ഒരു കാലാവസ്ഥ തരണം ചെയ്യാനായിട്ട് നമുക്ക് ജേഴ്സിയുടേതായ പ്രിവിലേജസും കിട്ടുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുപോകാവുന്നതാണ്. HF-നെ നമ്മൾ പരിപാലിക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് അതിന്റെ മുഴുവൻ ഉൽപാദനവും നമുക്ക് കിട്ടാനായിട്ട് ചെയ്യണം എന്നുള്ളത് ഈ ഹീറ്റ് സ്ട്രെസ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് മിസ്റ്റും കാര്യങ്ങളും വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ HF-നെയും നമുക്ക് ഈ ഒരു കാലാവസ്ഥയിൽ തന്നെ പോറ്റാവുന്നതാണ്. ചൂട് തീരെ അതിന് സഹിക്കാൻ പറ്റാത്തൊരു ജനുസാണ് HF. ഓക്കെ, ഇപ്പൊ പാല് കൂടുതൽ കിട്ടുന്നൊരിനം, അതുപോലെ തന്നെ ഫാറ്റ് SNF ഒക്കെ നന്നായിട്ട് ഉള്ളതും കർഷകന് വരുമാനം നേടിക്കൊടുക്കുന്ന ഇനം ഈ പറയുന്ന ജേഴ്സി തന്നെ ആയിരിക്കും. ജേഴ്സിയിൽ നമുക്ക് HF-ന്റെ പാലിനേക്കാളും ഫാറ്റ്, അതായത് ഫാറ്റും SNF-ഉം 2 ഘടകങ്ങളും കൂടുതലാണ് കിട്ടുന്നത്. HF-ന്റെ ഇതിൽ പാല് ഉൽപാദനം കൂടിയത് കൊണ്ട് തന്നെ ജേഴ്സിൻ്റെത് പാല് നോക്കുമ്പോൾ ഇതിന് കട്ടി കുറച്ച് കുറവായിരിക്കും. ഏതൊരു പരിപാലന രീതിയിലും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഉൽപാദനം കൂടുമ്പോൾ അതിന്റെ ഫാറ്റ് SNF കുറയുകയും ഉൽപാദനം കുറയുമ്പോൾ ഫാറ്റ് SNF കൂടുകയുമാണ് ചെയ്യുന്നത്. അതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വറ്റുകറവയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഫാറ്റും SNF-ഉം വളരെ കൂടുതലായിരിക്കും. വറ്റുകറവയിൽ നമുക്ക് കിട്ടുന്ന പാല് നാമമാത്രമാണ്, 1-2 ലിറ്റർ മാത്രമേ കിട്ടുള്ളൂ. അതേസമയം ഇളം കറവയിലാണെങ്കിൽ പാല് നമുക്ക് കൂടുതൽ കിട്ടും. പക്ഷെ ഇളം കറവ എന്നുള്ള വാക്കുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ഫാറ്റും SNF-ഉം വളരെ കുറവായിരിക്കും, അളവ് കൂടുതലായിരിക്കും. ഇതേ ലോജിക്കാണ് HF-ന്റെയും ജേഴ്സിയുടെ കേസിലും സംഭവിക്കുന്നത്. പിന്നെ ഗിർ പശുവിനെ വളർത്താവുന്നതാണ് ഇൻഡിജീനസ് ബ്രീഡായിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ HF-ഉം ജേഴ്സിയോളം ഇല്ലെങ്കിൽ പോലും ഇൻഡിജീനസ് ബ്രീഡിൽ മുൻതൂക്കം നിൽക്കുന്നത് ഗിർ പശുക്കളാണ്. മേഡം, ഈ ക്ഷീര കർഷകർക്ക് പ്രധാനമായും അനുവദിക്കുന്ന ഗവൺമെന്റ് സഹായങ്ങൾ അല്ലെങ്കിൽ ക്ഷീരവികസന വകുപ്പിന്റെ സഹായങ്ങൾ എന്തൊക്കെയാണ്, അത് ആർക്കൊക്കെ ലഭിക്കും, അല്ലെങ്കിൽ ആരൊക്കെയാണ് അതിന് എലിജിബിൾ എന്നൊന്ന് പറയാൻ കഴിയുമോ? ക്ഷീരവികസന വകുപ്പിന്റെ എല്ലാ പദ്ധതികളും 2 ഘടകങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഒന്ന് പാർട്ടി എ, അതായത് തീറ്റപ്പുല്ലും തീറ്റയുമായി ബന്ധപ്പെട്ട അസിസ്റ്റൻസിനുള്ള ധനസഹായം, അതായത് തീറ്റപ്പുൽ കൃഷി, അതിനുള്ള കൾട്ടിവേഷൻ അസിസ്റ്റൻസ്, പിന്നെ ഇറിഗേഷൻ അസിസ്റ്റൻസ്, പിന്നെ ബാരൻ ലാൻഡ്, തരിശുഭൂമി ഉണ്ടെങ്കിൽ അവിടെ കൃഷി ചെയ്യാനുള്ളത്, പിന്നെ വേനൽക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ സബ്സിഡൈസ്ഡ് ഡ്രൈ ഫോഡർ, ഗ്രീൻ ഫോഡർ, അങ്ങനെ തീറ്റയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഘടകങ്ങൾക്കുമുള്ള ധനസഹായം. പിന്നെയുള്ളത് MSDP എന്നുള്ളൊരു മറ്റൊരു ഹെഡാണ്. അതിനകത്ത് പശുവിനെ വാങ്ങൽ, പിന്നെ അതുപോലെ കറവയന്ത്രം, തൊഴുത്ത് നിർമ്മാണം, തൊഴുത്ത് നവീകരണം, അങ്ങനെ പശു പരിപാലനവും പശുവും ബന്ധപ്പെട്ട ഘടകങ്ങൾ. ഈ 2 തരത്തിലുള്ള ഫോഡർ ഡെവലപ്മെന്റ് സ്കീംസും മിൽക്ക് ഷെഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാമുമാണ് നടക്കുന്നത്. ഇതുകൂടാതെ സഹകരണ സംഘങ്ങൾക്കുള്ള ധനസഹായം വേറെയുണ്ട്. കർഷകർക്ക് നേരിട്ട് കിട്ടുന്നത് ഈ 2 പദ്ധതികളാണ്. ഇതിൽ നമുക്ക് അപേക്ഷിക്കാനുള്ളത് ക്ഷീരശ്രീ പോർട്ടൽ എന്ന് പറഞ്ഞൊരു പോർട്ടലുണ്ട്. ക്ഷീരസംഘത്തിൽ പാലളക്കുന്ന എല്ലാ കർഷകരും തന്നെ ക്ഷീരശ്രീ പോർട്ടലിൽ രജിസ്റ്റേർഡ് ഫാമേഴ്സ് ആണ്. അപ്പോൾ അവർക്കൊരു സ്മാർട്ട് ID ഉണ്ട്. ഈ സ്മാർട്ട് ID ഉള്ളവർക്ക് മാത്രമേ ഇത് അപേക്ഷിക്കാൻ കഴിയുള്ളൂ. പിന്നെ അതിൽ അപേക്ഷിക്കുമ്പോൾ തന്നെ റാങ്കിങ് ലിസ്റ്റ് കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആണ്. നമ്മൾ അതിന് ഓരോ റാങ്ക് പ്രയോറിറ്റി ലിസ്റ്റ് വെച്ചിട്ടുണ്ട്. വനിതാ കർഷകയ്ക്ക്
പിന്നെ ഇപ്പോൾ വിഡോ ആണെങ്കിൽ സിംഗിൾ ഇൻകം ജനറേറ്റർ ആണെങ്കിൽ, പിന്നെ യുവ കർഷകന്, അങ്ങനെ SC/ST അങ്ങനെ ഓരോ ക്രൈറ്റീരിയൻ വെച്ചുകൊണ്ടാണ് റാങ്ക് വരിക. അതിൽ തന്നെ ഒരു ചോദ്യമുണ്ട്, കഴിഞ്ഞ 3 കൊല്ലത്തിനുള്ളിൽ ഏതെങ്കിലും പദ്ധതിയിൽ ഗുണഭോക്താവായ ആളാണോ എന്ന്. ആണെങ്കിൽ നമ്മൾ യെസ് എന്ന് തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ യെസ് എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നോ പറയുന്ന, അതായത് കഴിഞ്ഞ 3 കൊല്ലമായിട്ടും കിട്ടാത്തവരുണ്ടെങ്കിൽ അവർക്കായിരിക്കും പ്രയോറിറ്റി വരിക. പക്ഷെ നമ്മൾ ആനുകൂല്യം കിട്ടിയിട്ടും നോ എന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ഫീൽഡ് വെരിഫിക്കേഷനിൽ കണ്ടുപിടിക്കുകയും അവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ആനുകൂല്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് തന്നെയാണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. പക്ഷെ പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്മൾ താഴേക്കാണ് വരുന്നതെങ്കിലും മുന്നേ പ്രയോറിറ്റി ലിസ്റ്റിലുള്ളവർ ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ ഇവർക്കും കൂടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ജെന്യുവിനായ സത്യസന്ധമായ വ്യക്തിഗത വിവരങ്ങൾ അതിൽ അടിച്ചു കൊടുത്തിട്ട് എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് ക്ഷീരശ്രീ പോർട്ടൽ എപ്പോഴാണ് ഓപ്പൺ ആകുന്നത് എന്നുള്ളത് പത്രത്തിലൂടെ അറിയിക്കും. പിന്നെ ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയയിലും അറിയിക്കാറുണ്ട്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലെല്ലാം അറിയിപ്പ് നൽകുന്നുണ്ട്. കൂടാതെ ക്ഷീരസഹകരണ സംഘങ്ങൾ വഴി നോട്ടീസായിട്ട് പാലളക്കുന്ന എല്ലാ കർഷകർക്കും ഈ അറിയിപ്പ് കൊടുക്കുന്നതാണ്. ആർക്കും ഇതിനകത്ത് അപേക്ഷിക്കാവുന്നതാണ്. സ്മാർട്ട് ID ആണ് നിർബന്ധം. ഓക്കെ, ഈ പ്രയോറിറ്റി ലിസ്റ്റ് എന്ന് പറഞ്ഞല്ലോ മാഡം, ഈ പ്രയോറിറ്റി ലിസ്റ്റ് എങ്ങനെ തയ്യാറാക്കുന്നത്? അതാരാണ് ഈ കർഷകരെ, അല്ലെങ്കിൽ ഈ ആനുകൂല്യത്തിന് അർഹനാണ്, അർഹതാ മാനദണ്ഡം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അർഹതാ മാനദണ്ഡം നമ്മുടെ പദ്ധതിയിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ ആ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുമ്പോൾ തന്നെ നമ്മുടെ ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് സൈറ്റിൽ ഇതിൻ്റെയൊക്കെ DPR കിട്ടും. ആ DPR വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പദ്ധതിയുടെ DPR മാത്രം വായിക്കുക. അതിലെ സെലക്ഷൻ ക്രൈറ്റീരിയയിൽ എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്തൊക്കെ തന്നെയാണെങ്കിലും നമുക്ക് നമ്മുടേതായ സത്യസന്ധമായ വിവരങ്ങളെ അതിനകത്ത് ഇടാൻ പറ്റുള്ളൂ. നമ്മുടെ വയസ്സ്, അത് നമ്മുടെ കൃത്യമായ വയസ്സ് ഇടാൻ പറ്റുള്ളൂ. യൂത്തിന് പ്രിഫറൻസ് ഉണ്ട്, അതായത് യുവ കർഷകനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് യൂത്തിന് അതിന് പ്രിഫറൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് നമ്മുടേതായ വിവരങ്ങൾ മാത്രമേ ഇടാൻ പറ്റുള്ളൂ, അത് ഇടുക. പിന്നെ എന്തൊക്കെയാണ് ക്രൈറ്റീരിയ എന്നുള്ളത് കോമൺ ആയിട്ട് ഇതൊക്കെയാണ്. മുൻകാലങ്ങളിൽ ആനുകൂല്യം കിട്ടാത്ത ആള്, യുവ കർഷകൻ, വനിത, SC/ST. ഇപ്പൊ പിന്നെ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ അതിനൊരു എക്സ്ട്രാ പ്രിഫറൻസും കൂടെ ഈ കൊല്ലം വന്നിട്ടുണ്ട്. അതിന് ഡിസേബിലിറ്റി തെളിയിക്കുന്നതിന് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ വെക്കേണ്ടി വരും. പിന്നെ അതുപോലെ പുതിയതായിട്ട് ഈ മേഖലയ്ക്ക് വരുന്നവർക്കും ഒരു പ്രിഫറൻസ് ഉണ്ട്, കാരണം പുതിയ കർഷകരെ ഇതിലേക്ക് ആകർഷിക്കണം എന്നുള്ളത് കൊണ്ട്. ഇങ്ങനെയൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ചില ക്രൈറ്റീരിയൻ. അതിൽ തന്നെ ഇത് സെലക്ട് ചെയ്യുന്നത് മാനുവൽ അല്ല. നമ്മൾ നമ്മുടെ ഡാറ്റ എല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ സെർവറിലാണ് ഇതിൻ്റെ റാങ്കിങ് നടക്കുക. അതായത് പല ദിക്കിൽ നിന്നും അപേക്ഷകൾ ഉണ്ടാവും. അവരുടെയൊക്കെ ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് കമ്പ്യൂട്ടർ തന്നെയാണ് ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. ആ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ക്ഷീരവികസന യൂണിറ്റിലും സംഘത്തിലും കർഷകനും ഒക്കെ അറിയാൻ കഴിയുന്നതാണ്. നമ്മൾ അപേക്ഷിച്ചത് എന്താണ് സ്റ്റാറ്റസ്, അതിൽ നമ്മുടെ റാങ്ക് എത്രയാണ് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സുതാര്യമായ രീതിയിലാണ് വകുപ്പിന്റെ പദ്ധതികളെല്ലാം നടപ്പിലാക്കുന്നത്. ഓക്കെ,